കർത്താവിൽ പൂരിതരായിരിക്കുന്ന ദൈവജനമേ, എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ ഭക്തി, ആ വിശ്വാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ദിവസമായിരുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഭക്ഷിക്കാനുള്ള ആഹാരമാണെന്ന്. പക്ഷേ ആത്മാവിന് വേണ്ടുന്ന ആഹാരമാണ് അതെന്ന് ബഹുമാനപ്പെട്ട ബ്രദർ സൂചിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ബ്രദർ ഒരു ചോദ്യം ചോദിച്ചത് എൻ്റെ ഓർമ്മയിൽ വന്നു. നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായി, എന്തെങ്കിലും നേടിയോ എന്ന്. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒന്നും നേടിയിട്ടില്ല. ഞങ്ങളുടെ പള്ളിയിൽ ബൈബിൾ ഒക്കെ വായിക്കും, ഒന്നാം വായന രണ്ടാം വായന ഞാനൊക്കെയാണ് വായിക്കുന്നത്. ഞാൻ നോക്കുന്നത് വായിക്കുമ്പോൾ എന്തെങ്കിലും അക്ഷരത്തെറ്റുണ്ടോ, ആരെങ്കിലും ശ്രദ്ധിക്കുമോ, ഇതാണ് നോക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരിക്കൽ പോലും ഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ഈ അല്പജ്ഞാനികളെ ഇല്ല കപടനാട്യക്കാരെ എന്നൊക്കെ വിളിച്ചത് എന്നെപ്പോലുള്ളവരെയാണെന്ന് എനിക്ക് തോന്നുക. ബ്രദർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് ഒരു കൊച്ചു കുട്ടിയെ ആദ്യ അക്ഷരം എങ്ങനെ ഒരാശാൻ പഠിപ്പിക്കുന്നു അതുപോലെ നമുക്ക് ഡ്രാമ രൂപത്തിലും വളരെ നമുക്ക് മജ്ജയിലും മാംസത്തിലും തുളഞ്ഞു കയറി പോകത്തക്ക രീതിയിലുള്ള വചനങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഇന്ന് ധൂപക്കുറ്റി, ഞാൻ വിചാരിച്ചുകൊണ്ട് ധൂപക്കുറ്റി ഇങ്ങനെ വീശുന്നു. ധൂപക്കുറ്റി എന്താണെന്നും അതിൻ്റെ ആ 3 ചങ്ങലകൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ആ 3 ചങ്ങലകൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെന്നും അതിൻ്റെ നടുക്കുള്ള ദൈവമാണെന്നും മുകളിലുള്ള ആ ഭാഗം സ്വർഗമാണെന്നും താഴെയുള്ള ആ ഭാഗം ഭൂമിയാണെന്നും അതുപോലെ ബൈബിള് വൈദികർ എടുത്തുകൊണ്ട് വരുന്നത് ഈശോയുടെ പരസ്യ പ്രഘോഷണത്തിൻ്റെ ഭാഗമാണെന്ന്, അങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടി. അതുപോലെ ബ്രദർ പറയുകയുണ്ടായി മാതാവ് നിശബ്ദമായിട്ടെല്ലാം സഹിച്ചെന്ന്. അപ്പം എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു വചനം ജെറമ്യായുടെ പുസ്തകം 15:19. വിവരമില്ലാത്തത് സംസാരിച്ച വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവായിത്തീരും. എന്ത് വലിയ കാര്യം! എന്തോരം സമയം വില കെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിൽ എന്തെല്ലാം വലിയ തെറ്റുകളുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടറേറ്റ് വരെ നേടിയ ഒരു തിരുമേനി കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടി ഓടി വന്ന് സാക്ഷ്യം പറയുകയും അവരോടൊപ്പമൊക്കെ ഇരുന്ന് ഇതുപോലെ വചനം കേൾക്കുവാനൊക്കെയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത് വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. ഇന്നത്തെ കുർബാന ഒരുപാട് അനുഭവങ്ങൾ അത് ജീവിതത്തിൽ തന്നു. അതുപോലെ മക്കളെ എങ്ങനെ വളർത്തണം, ഒരു കുടുംബം എങ്ങനെ നയിക്കണം. ബഹുമാനപ്പെട്ട ബ്രദർ നമ്മളോട് സൂചിപ്പിച്ചു, പിന്നെ ഒരു ഗസ്റ്റ് വിളിച്ച് അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ഉണ്ടായ ഒരു സംഭവം, നിസ്സാര കാര്യത്തിനൊക്കെ നമ്മൾ പറയുന്നതിനെല്ലാം മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു അഹംഭാവം, അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവം, വിനീതരെ ഉയർത്തുന്ന ദൈവം. അതുപോലെ അഹങ്കാരം എന്ന ആ വലിയ ഒരു ഞാനെന്ന ആ ഭാവം എന്തൊക്കെയോ ആണ്. ഞാൻ പാരീസ് കൗൺസിൽ സെക്രട്ടറിയാണ്, അതുപോലെ കൂട്ടായ്മയുടെ ലീഡറാണ്, ജനപ്രതിനിധിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയോ അറിയാം. പക്ഷേ ഇന്ന് ബ്രദർ പറഞ്ഞു എള്ളോളം പോലും ജ്ഞാനമില്ല, ജ്ഞാനം സത്യം ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും ഈ ജ്ഞാനത്തെക്കുറിച്ചുള്ള ആ പാട്ടും ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ആ വചനം. അതുപോലെ ബ്രദർ, എനിക്ക് രാവിലെ എഴുന്നേക്കുന്ന ഒരു സ്വഭാവം ഇല്ല. എത്ര ആണെങ്കിലും ഞാൻ കിടക്കും, പക്ഷേ വെളുപ്പിനെ എഴുന്നേക്കുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. ഇപ്പം 3 മണിക്കും 4 മണിക്കും ഒക്കെ ചാടി എഴുന്നേക്കും. അതെനിക്കൊരു വലിയ അനുഭവമായിട്ടും അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ടും ഞാൻ കരുതുകയാണ്. അതുപോലെ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, ഈ ബ്രദർ ഇപ്പം നമ്മൾ എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത തലമുറയിൽ ഇനിയും വിശുദ്ധ പോൾ തോമസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുന്ന ഒരു അനുഭവം സത്യം. കാരണം ആത്മാവിൽ പൂരിതനായി നിറഞ്ഞ് കവിഞ്ഞൊഴുകി എന്തോരം എളിമയിൽ എന്തോരം വിനയത്തിൽ
ഓരോ വചനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒന്നും അറിയത്തില്ലാതിരുന്ന എന്തൊക്കെയോ ആണെന്ന് നടിച്ച് ഞാനൊക്കെ എന്താണെന്ന് ഞാനിരുന്ന് സത്യം പറഞ്ഞാൽ ചിന്തിച്ചു പോയി. ഇത് ഞാനിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ദൈവത്തിനു മുമ്പിൽ ഏറ്റവും വലിയ ധിക്കാരമായിട്ട് ഞാൻ കരുതുവാണ്. അതുപോലെ എന്നെപ്പോലുള്ള പാപികളെ ലക്ഷക്കണക്കിന് ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള അനുഗ്രഹവും ആയുസ്സും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ്